ഈ നാടിനെ നന്നാക്കി കളയുമെന്നുള്ള, ഈ നാടിനെ മലത്തിയടിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ വിസ്മയങ്ങൾ കൂമ്പാരം പോലെ പൊട്ടിയൊലിച്ച് വരുമെന്ന് പറഞ്ഞ് സതീശൻ നടത്തുന്ന പുതുയുഗയാത്ര വടക്ക് നിന്നിങ്ങനെ വന്ന് മധ്യ കേരളത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരടിയാണ് സതീശന്റെ കരണത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും AICC വക്താവുമായ മണിശങ്കർ പച്ചയ്ക്ക് പറയാ, ഒരു മൈക്കിന് മുമ്പിൽ നിന്നിട്ട് മഹാത്മാഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ, നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് രാജ്യത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം, രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരു നാടായി കേരളത്തെ ഉയർത്തിക്കാണിക്കാൻ സാധിക്കും. കേരളം സോഷ്യലിസ്റ്റ് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ മുഖമുള്ള സർക്കാരായി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ മൂന്നാമതും തുടരാൻ അർഹതയുള്ള ആളാണ് എന്ന് മണിശങ്കർ പറഞ്ഞു വെക്കുമ്പോൾ പുതുയുഗ യാത്രയുടെ മുന്നിലേക്ക് നെഞ്ചത്തേക്ക് അടികിട്ടി സതീശൻ മുമ്പോട്ട് പോവുകയാണ്. സതീശൻ പറഞ്ഞ വിസ്മയങ്ങളല്ല വരുന്നത്. സതീശന് മേൽ അടികിട്ടുമ്പോൾ അതിൽ നിന്ന് കോൺഗ്രസുകാർ വിസ്മയിച്ചു പോകുന്ന ഒരു വലിയ കൗതുകകരമായ വിസ്മയ കാഴ്ചകളെ കൊണ്ട് പുതുയുഗ യാത്ര നിറയുകയാണ് സതീശ. പറയാതിരിക്കാൻ തരമില്ല. രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ വലിയ രീതിയിലുള്ള ആശകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് മണിശങ്കർ കൂട്ടിച്ചേർക്കുക, എന്താണ് പറയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസിലെ അധികായന്മാരുടെ സ്വപ്നങ്ങൾ വലിയ രീതിയിൽ സാഫല്യമാക്കുന്നത് എന്ന് പറയുന്നത് ഒരു മിറാക്കിളായി എനിക്ക് തോന്നുന്നു. അത് വലിയ കൗതുകമായി തോന്നുന്നു എന്ന്. അതിനെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ശക്തമായി എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അമ്പെ പരാജയപ്പെടുന്നതാണ്. രമേശ് ചെന്നിത്തല വന്നിട്ട് പറഞ്ഞു, 100% ഈ പരിപാടിക്ക് വിളിച്ചതിൻ്റെ ഒരു നന്ദിയായിരിക്കാം മണിശങ്കർ ചെയ്തതെന്ന്. കോൺഗ്രസിൽ നിന്ന് എന്നേ പുറത്താക്കപ്പെടേണ്ടയാൾ, ഞങ്ങൾ എന്നേ പടിയടച്ച് പിണ്ടം വെച്ചയാൾ എന്ന് പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് പുതുയുഗ യാത്രയുടെ ക്യാപ്റ്റൻ സാക്ഷാൽ VD സതീശൻ. ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവാതെ വരാനിരിക്കുന്ന വിസ്മയങ്ങൾ മുഴുവൻ നെഞ്ചത്തടിക്കുന്നതിൻ്റെ ശക്തമായ കരച്ചിലിൽ അതിൻ്റെ തേങ്ങലടക്കിയാണ് പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും മധ്യ കേരളത്തിലേക്ക് വന്ന് ഇനി തലസ്ഥാന നഗരിയിലേക്ക് വരാനിരിക്കുന്നത് എന്നുള്ളതാണ്.